അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നിയാമേനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൾ വന്നാകെ കൊളാക്കും. അങ്ങനെ അവളെ ഉറക്കി കിടത്തിയിട്ടാണ് നമ്മളുടെ ബാക്കി പരിപാടികൾ കേട്ടോ. അങ്ങനെ നമ്മളുടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ ട്രീയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, കുറച്ചും കൂടി സാധനങ്ങളും കൂടി ഇടാനുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം സ്റ്റാറും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ട്രീയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയിലത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം ഒന്ന് ഫിനിഷ് ആകും കേട്ടോ. അങ്ങനെ നമ്മളുടെ അഞ്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയൊക്കെ നമ്മുടെ ചിക്കനും ബീഫിനായിട്ടുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയിലെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അഞ്ചു അമ്മയും കൂടി അത് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അങ്ങനെ നമ്മളുടെ നിയാമ്മയുടെ ഒരു ക്യൂട്ട് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ കുറച്ച് മണിക്കൂറിലത്തെ അലങ്കോലപ്പണിയുള്ള നമ്മുടെ ഏകദേശം ക്രിസ്മസ് ട്രീയും ബലൂൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഈ വർഷത്തെ 2024 ക്രിസ്മസ് ആണ്. ഡെക്കറേഷൻസ് ആണിത്. പിന്നെ നമുക്ക് കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാളത്തേക്കുള്ള ഒരു ഇതാണ്. അപ്പൊ അമ്മയുടെ എന്തൊക്കെയോ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുക്കിംഗ് കാര്യങ്ങളൊക്കെ അമ്മയുടെ സെക്ഷനാണ്. നമ്മൾ പോയി ഹെൽപ്പ് ഒക്കെ ചെയ്യും. അപ്പൊ അമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടിട്ടാം. അമ്മയുടെ സ്പെഷ്യൽ വിന്താലു ആണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അടിപൊളി. അങ്ങനെ നാളത്തേക്കുള്ള തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അഞ്ചു ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നീയ കളിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചു പണിയെടുക്കുന്നു, നീയ കളിക്കുന്നു. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കൊതിക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ തൊട്ട അമ്മ കൊല്ലും നാളത്തേക്കുള്ള കറിയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ബീഫ് ഏകദേശം വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. പറ, നിങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഇപ്പം നീ നാളെ രാവിലെ കാണാം കേട്ടോ. ഞാൻ എഴുന്നേറ്റുന്നപ്പോൾ അമ്മ സ്റ്റൂ കറി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ 1-ാം പാൽ ഒഴിച്ചിട്ടുണ്ട് സ്റ്റൂ കറിയിലത്തേക്ക് വേണ്ടിയിട്ട്. അതൊന്ന് ഏകദേശം സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മുടെ 1-ാം പാലും കൂടി ഒഴിച്ച് നമ്മുടെ സ്റ്റൂ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേക്കില്ലാതെ എന്ത് ക്രിസ്മസ്. ഇതാണ് കേട്ടോ നമ്മളുടെ ക്രിസ്മസ് കേക്ക്. അങ്ങനെ നമ്മൾ കേക്കും വൈനെല്ലാം കുടിച്ച് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം നമ്മളുടെ നിയാമക്ക് വേണ്ടിയിട്ടാണ് ആദ്യം അപ്പിട്ടു. പിന്നെ കുറച്ച് സ്റ്റൂ കറി. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. ചിക്കൻ ഉണ്ട്, വിന്താലു ഉണ്ട്, അച്ചാറുണ്ട്, മീൻകറിയുണ്ട്, പപ്പടം. ഇതാണ് കേട്ടോ നമ്മളുടെ ക്രിസ്മസിൻ്റെ കുട്ടി വ്ളോഗ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ എന്തായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ക്രിസ്മസ്.